ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക ഒരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്ന മുരാരി ബാബുവിനെ ഇഡി ചോദ്യം ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളുമായുള്ള കാര്യങ്ങളാണ് ഈ മുരാരി ബാബുവിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ചറിയുന്നത്. കോടികളുടെ ക്ഷേത്ര കുംഭകോണമാണ് ശബരിമലയിൽ നടന്നത് എന്നത് പകൽ പോലെ വ്യക്തമായ സാഹചര്യത്തിലാണ് ഇഡി അന്വേഷണം ഇപ്പോൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത്. മുരാരി ബാബു മാത്രമല്ല, പത്മകുമാറും വാസുവും അടക്കമുള്ള ആളുകൾ, നിലവിൽ ജയിലിൽ കഴിയുന്ന ആളുകളെല്ലാം ഇഡിയുടെ റഡാറിനകത്തുണ്ട്. ഇതിൻ്റെ ആദ്യഘട്ടമെന്ന രൂപത്തിലാണ് ഇപ്പോൾ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തത്. മുരാരി ബാബുവിൻ്റെ ചോദ്യം ചെയ്യൽ മറ്റു പലരുടെയും നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തതിലൂടെ ഇഡി ലക്ഷ്യമിടുന്നത് ഈ കേസ് അന്വേഷണം ഞങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് തന്നെയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനും ഇഡി തയ്യാറാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വലിയ കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് നടന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിൻ്റെ നിർണായക അന്വേഷണം ഒരു ഭാഗത്ത് SIT മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് പാരലലായി സമാന്തരമായി ഇഡി കൂടി ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇഡിയുടെ അന്വേഷണത്തിൽ മുട്ടിടിക്കുന്നത് ആർക്കെല്ലാം, ഇഡി ആരെയെല്ലാമാണ് ഭയപ്പെടുത്തുന്നത് വിശദമായി പരിശോധിക്കാം. സൗവർണിക PS കൂടിയുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമലയിലെ ദേവസ്വം ജീവനക്കാരുടെ സംഘടനാ നേതാവായിരുന്ന മുരാരി ബാബുവിനെ ചോദ്യം ചെയ്ത് മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തതിന് ശേഷം മറ്റു പലരിലേക്കും ഇഡി കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണങ്ങളിലൊന്നായ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് കോടികളുടെ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. ഗോവർദ്ധനും ഭണ്ഡാരിയും അടക്കമുള്ള ഇടനിലക്കാരും കച്ചവടക്കാരും അടക്കം ഈ കേസിനകത്ത് നിർണായകമായ പണം സമ്പാദിച്ചിട്ടുണ്ട്. ശബരിമലയിലെ കൊള്ള ചെയ്ത ക്ഷേത്രം മുതൽ ഇത്തരത്തിൽ വൻകിട മാഫിയകളുടെ കൈകളിലാണ് എത്തിപ്പെട്ടത്. അവർ വിൽപ്പന നടത്തി ഈ പണം പലരും ഭാഗം വെച്ചെടുത്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു അടക്കമുള്ളവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കൃത്യമായ സ്രോതസ്സും ഇതാരുടെയെല്ലാം കൈകളിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിയുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് മുരാരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. ഇഡിയുടെ അന്വേഷണം വരും ദിവസങ്ങളിലും കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഇഡി അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുമ്പോൾ പലരുടെയും മുട്ടിടിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇഡി നടത്തുന്ന ഈ നീക്കം ഏത് തരത്തിലാണ് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ബാധിക്കാൻ പോകുന്നത്? അല്ല, ഡിയുടെ ഈ ഒരു നീക്കം പോസിറ്റീവായിട്ട് കാണേണ്ടതാണ്. കാരണം ആദ്യം മുതൽ രാഷ്ട്രീയ കേരളം പറഞ്ഞിരുന്നു, ഇഡി ശബരിമല വിഷയത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇഡി ഇനി അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന CPM BJP അന്തർധാര കേരളത്തിലുണ്ടെങ്കിൽ ഈ കേസ് എവിടെയും എത്തില്ല എന്നുള്ള ഒരു സംശയം രാഷ്ട്രീയ കേരളം ആദ്യം മുതലേ പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഇഡി മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നത്. മറുവശത്ത് SIT വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. അല്ലെങ്കിൽ SITയുടെ അന്വേഷണം നിലച്ചു എന്ന നിലയിൽ നിയമസഭ പോലും സ്തംഭിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം പ്രകടനങ്ങളൊക്കെ നടത്തുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ തന്നെ പലതവണ പറഞ്ഞു, അല്ലെങ്കിൽ കേരളത്തിലെ വിശ്വാസി സമൂഹം ഒന്നടങ്കം ഇപ്പോൾ ആശങ്കയിലാണ് SIT മുന്നോട്ട് പോകുന്നത് ശരിയായ ദിശയിലാണോ എന്ന്. ആ ഒരു സാഹചര്യത്തിലാണ് മറുവശത്ത് ഇഡി ഇത്തരം ഒരു നിർണായകമായ നീക്കം എന്ന് വേണമെങ്കിൽ പറയാം ഇഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ മുരാരി ബാബു ആരുടെയൊക്കെ പേര് പറയും, മുരാരി ബാബു പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഈ പറയുന്ന പോലെ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ മുരാരി ബാബുവിന് അപ്പുറം ഭയപ്പെടുന്നത് CPM ആണ്. ഇനി മുരാരി ബാബു ആരുടെയൊക്കെ പേരായിരിക്കും പറയാൻ പോകുന്നത്? ഈ പറയുന്നവർക്കും ഇനി ആരെയൊക്കെയാണ് ഈ വിഷയത്തിലേക്ക് ഇഡി ഈ പറയുന്ന SITയുടെ റഡാറിൽ പെടാത്ത ആരെങ്കിലും ഇഡിയുടെ റഡാറിൽ പെടുമോ എന്നുള്ള ചോദ്യം പോലും ബാക്കിയാവുകയാണ്. ഇപ്പോൾ ഇഡി പോകുന്നത് അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഇഡി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ശബരിമല വിഷയത്തിലൊരു തീരുമാനം, അല്ലെങ്കിൽ ആരൊക്കെയാണ് യഥാർത്ഥ കുറ്റക്കാരെന്നുള്ളത് അറിയാൻ കഴിയും. ഇഡിയുടെ ഈ മുന്നോട്ട് പോക്ക് എന്തായാലും കേരള പൊതുസമൂഹത്തെയും വിശ്വാസികളെയും സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ അറിയേണ്ടത് മുരാരി ബാബുവിനെ ചോദ്യം ചെയ്താൽ അടുത്ത ആരെയായിരിക്കും ചോദ്യം ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിനി പറയുന്ന പോലെ SIT അറസ്റ്റ് ചെയ്ത വ്യക്തികളെയാണോ അതോ അതിനപ്പുറം ആരെങ്കിലും ചോദ്യം ചെയ്യുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാർക്കടക്കം പങ്കുള്ള ശബരിമല സ്വർണ്ണക്കേസിൽ, അതായത് CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറും വാസുവും അടക്കമുള്ളവർ ജയിലിൽ കഴിയുന്ന കേസാണ്, ശങ്കർദാസ് അടക്കമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിനകത്തെ ഇഡി അന്വേഷണം അതിനിർണായകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ശബരിമലയിലെ ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളാണ്. നേരത്തെ തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചിരുന്നു, അന്താരാഷ്ട്ര മാഫിയയ്ക്ക് ഇതിൽ ബന്ധമുണ്ടെന്ന്. ഈ കാര്യങ്ങളെല്ലാം ഇഡിയുടെ അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്നാണ് കേരളീയ സമൂഹം കരുതുന്നത്. കാരണം കേരളത്തിലെ കോടിക്കണക്കിനായ അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൻ്റെ അകത്ത് വേദനയുണ്ടാക്കിയ ഒരു സംഭവമാണ് ശബരിമല സ്വർണ്ണക്കടത്ത്.
കള്ളക്കടത്ത് അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള. കാരണം ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തർ കാണിക്കയായി നൽകുന്ന സ്വർണം ഇത്തരത്തിലുള്ള കള്ളന്മാർ അവിടെ നിന്ന് കൊണ്ടുപോവുകയും അവർ വിൽപ്പന നടത്തി പണം സ്വന്തം കീശയിലേക്ക് മാറ്റുകയും ചെയ്തപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആദ്യഘട്ടത്തിൽ അന്വേഷണം ഏറെ തൃപ്തികരമായിരുന്നല്ല മുന്നോട്ട് പോയത്. പക്ഷേ പിന്നീട് ഹൈക്കോടതി നിരന്തരമായി ഇടപെടൽ നടത്തിയപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസ് അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടാകുകയും ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, പത്മകുമാർ, വാസു, ശങ്കർദാസ് തുടങ്ങി നിരവധിയായ പ്രമുഖരെ, CPM സഹയാത്രികരെ, CPM നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്കലിൽ അടയ്ക്കേണ്ട സാഹചര്യമുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേസ് EDയുടെ കോർട്ടിലേക്ക് എത്തുന്നത്. ED നിലം തൊടാതെ കളിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് കേരളീയ പൊതുസമൂഹത്തിന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അത് അന്വേഷണ സംഘത്തെക്കാൾ കൂടുതൽ വ്യക്തമാക്കി അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തേക്കാൾ ഉപരി അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ED അന്വേഷണത്തിൽ വലിയ പ്രതീക്ഷയർപ്പിച്ച് കേരളം കാത്തിരിക്കുന്നു. നമ്മൾ ഈ പറയുന്ന പോലെ EDയുടെ ഈ ഒരു നീക്കത്തിൽ വളരെ പ്രതീക്ഷയുണ്ട്, പോസിറ്റീവായിട്ടൊക്കെ എടുക്കുന്നു. ഇതിനപ്പുറം കേസ് ഈ പറയുന്ന പോലെ ഏതെങ്കിലും തലത്തിൽ CPMലെ പ്രമുഖ നേതാക്കൾ അല്ലെങ്കിൽ ഇപ്പോൾ ചോദ്യം ചെയ്യാത്ത അല്ലെങ്കിൽ അറസ്റ്റ് പോലും രേഖപ്പെടുത്താത്ത പ്രമുഖ നേതാക്കളിലേക്ക് എത്തുമ്പോൾ ED ഇത് മന്ദഗതിയിലാക്കുമോ എന്നൊരു ചോദ്യമില്ലേ? ഈ പറയുന്ന പോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ CPM BJP അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ ഈ കേസ് ED വഴിതിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ടോ നിലവിലെ സാഹചര്യത്തിൽ? EDയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരന്തരം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും ഇപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ശബരിമല കേസുമായി ബന്ധപ്പെട്ട EDയുടെ അന്വേഷണം ഏത് രൂപത്തിൽ മുന്നോട്ട് പോകും, വരും ദിവസങ്ങളിൽ ED എടുക്കുന്ന നിലപാടുകൾ എന്തെല്ലാമാണ്, ആരെയെല്ലാം ED വിശദമായി ചോദ്യം ചെയ്യും, ഇതെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ഒരു അനുമാനത്തിലേക്ക് എത്താൻ കഴിയൂ. കേന്ദ്ര ഏജൻസികൾ പലപ്പോഴും CPMന് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്ന ആരോപണം കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ED അന്വേഷണം ആരംഭിച്ചിട്ടുള്ളൂ. ആദ്യപടിയായിട്ടാണ് മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട, ക്ഷേത്ര കുംഭകോണവുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ പറയാൻ അത് ആർജവത്തോടെ കണ്ടെത്താനുള്ള ത്രാണി EDക്കുണ്ടോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. EDയുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പലരുടെയും മുട്ടിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേക അന്വേഷണ സംഘം, കേരള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ഇനി EDക്ക് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അത് CPMനും സർക്കാരിനും വലിയ തിരിച്ചടിയായി മാറും. അതുകൊണ്ട് തന്നെയാണ് ED അന്വേഷണത്തെ CPM ഇത്രത്തോളം ഭയപ്പെടുന്നത്. ED അന്വേഷണം CPMനും ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ കള്ളന്മാർക്കും വലിയ തരത്തിലുള്ള അലോസരം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ED അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയും അതിൽ ED തങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് വ്യതിചലിക്കാതെ അന്വേഷണവുമായി പോയാൽ പല പ്രമുഖർക്കും വീണ്ടും ജയിലിലേക്കുള്ളിലേക്ക് പോകേണ്ടി വരുമെന്ന കാര്യത്തിലും തർക്കമില്ല.